അപ്പുറത്തുള്ള അച്ഛനല്ല അമ്മായി കൊണ്ടല്ലേ നമ്മൾ ചോറൊന്നും അച്ഛൻ അച്ഛൻ നീ ഇതിന്റെ മണ്ട കയറി നിക്കടാ വീഡിയോ ആണ്. ഉണ്ടോ കുറവുണ്ടോ? ഞാൻ രണ്ടാമത് തുറന്നു വെച്ചാണ്. മറ്റേ നമ്മളവിടെ ഡാൻസ് കളിച്ച അതല്ലേ നെറ്റിലേക്ക് വാങ്ങിമെന്ന് പറഞ്ഞു. ഞാനത് കാണാനായിട്ട് അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ടേസ്റ്റ് ചോറ് ടേസ്റ്റ് കഴിക്കുന്നത് വാങ്ങുന്ന പോലെ ഹൃദയരാഗത്തിന്റെ ഈ എപ്പിസോഡുകൾ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടമാണെന്നെല്ലാം ഞാൻ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ ഹൃദയ ഒരു ഇടവേള. എവിടെ പോയതായിരുന്നു? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ? 3 മണിക്കാ. ചോറ് കണ്ടില്ല, താരം കണ്ടില്ല. രുചിയുള്ള കടുപ്പത്തിന് ഒരു ഈസ്റ്റേൺ ഉൽപ്പന്നം. G-Pass comes to you with exciting offers. G-Pass Royal Ford Gift Hunt. Toyota Prado for ഇതാണ് നമ്മുടെ പരിപ്പ് കറി, ചെറുപയറ് കറി. ഇത് നമ്മുടെ ചോറ്. ഇതാണ് ദുബായ് ചോറ്. ഇതാണ് ദുബായ് ഉപ്പ്. ഇത് നമ്മുടെ സതീഷ് ഭായ് ആക്രാന്തം മുത്തു തിന്നണ്. സ്വപ്നസൗധങ്ങളുടെ സാക്ഷാത്കാരം ഇതാ അടൂരിൽ. ഭവന നിർമ്മാണ രംഗത്ത് പ്രമുഖരായ വീരപ്പള്ളി ബിൽഡേഴ്സിന്റെ ഓർക്കിഡ് ഗാർഡൻ ഇൻഡിപെൻഡന്റ് ലക്ഷറി നമ്മുടെ ദീപക്കിന്റെ ചോറ് മാത്രം. വീരപ്പള്ളി ബിൽഡേഴ്സ് അവരുടെ ചിരിയുണ്ടല്ലേ, വെള്ളടിച്ചവൻ പാമ്പല്ല ചേരയാണ്. സഖാവും ഉപ്പിട്ട് കുത്തി കൊടുക്കണം. ഇതാണ് ദുബായ്. അറിയൊക്കെ ഇപ്പൊ തുറക്കല്ലെന്ന് കഴിച്ചേ. കഥ തുറക്കരുതെന്ന്. സോസേജ് ഒരാഴ്ച ആയതല്ലേ. വാർത്തകൾ തുടരുന്നു. തൊഴിൽ തർക്കത്തിൽ 3 തവണ അറിയിപ്പ് ലഭിച്ചിട്ടും തൊഴിലുടമ ഹാജരാകാതിരുന്നാൽ കുവൈറ്റ് സർക്കാർ സ്വന്തം നിലയിൽ തൊഴിലാളിക്ക് സ്പോൺസർഷിപ്പ് മാത്രം നടപടി സ്വീകരിക്കും. തൊഴിൽ വകുപ്പ് മന്ത്രാലയം അറിയിച്ചതാണ്. പൊതുമാപ്പ് കാലാവധിക്ക് ശേഷവും നിയമവിരുദ്ധമായി കഴിയുന്ന വിദേശികളെ കണ്ടെത്തിയാൽ കർശന നടപടികളുണ്ടാകുമെന്നും ജൂൺ 30 വരെയാണ് പൊതുമാപ്പ് കാലാവധി. മക്ക മദീന നഗരങ്ങളിൽ ദീർഘകാലമായി കഴിഞ്ഞു വന്നിരുന്ന അനധികൃത താമസക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൌദി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമിതിയുടെ പ്രഥമ റിപ്പോർട്ടിലാണ് ഈ നിർദ്ദേശമുള്ളത്. വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള സ്പോൺസർഷിപ്പ് നിയമങ്ങളിൽ ഭേദഗതി റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. സ്കൈ ജ്വല്ലറിയുടെ ബർദുബായ് ശാഖ വേൾഡ് കൌൺസിൽ മിഡിൽ ഈസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ മുവാസ് ബറക്കാത്ത് ഉദ്ഘാടനം ചെയ്തു. TMCC കസ്റ്റംസ് സീനിയർ മാനേജർ മെയ്ത അൽ ഫലാസി ആദ്യ വിൽപ്പനാവധി. റോസി ബ്ലൂ ചെയർമാൻ ഹർഷത് മേത്ത, ദീപക് മാനേജിംഗ് ഡയറക്ടർ ബാബു ജോൺ, ഡയറക്ടർമാരായ ഡെയ്സി ബാബു ജോൺ, ജേക്കബ് ജോൺ, ആകാശ് ജേക്കബ് ജോൺ,
മാനേജർ സുരേൽ വർഗീസ് സംബന്ധിച്ചു. ബഹ്റിനിലെ ജുദേബിയിൽ റോഡരികിൽ നിർത്തിയിട്ട കാറിൽ മലയാളി യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ബലൂന് വീട്ടിൽ അലിയപ്പാസാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. 15 വർഷമായി ബഹ്റിനിൽ ഇതാണ് ദുഫായ് ഡിന്നർ. ആരംഭിച്ചു. പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവർക്ക്